ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇനി വരുന്ന എക്സാമിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ്? സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏത്? ഉത്തരം ഹെക്സ് 20. അടുത്ത ചോദ്യം, അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? ഉത്തരം 100 വർഷം. മൂന്നാമത്തെ ചോദ്യം, ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം അനന്യം പദ്ധതി. നാലാമത്തെ ചോദ്യം, ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? ക്ഷയരോഗ മുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? ഉത്തരം 2025. അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം കെ-റീപ്പ്. ആറാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഹാപ്പിനെസ് സെൻറ്റർ. ഏഴാമത്തെ ചോദ്യം, കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി ഏതാണ്? കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി ഏതാണ്? ഉത്തരം കേരള ഹൈക്കോടതി. എട്ടാമത്തെ ചോദ്യം, 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ആരാണ്? 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ആരാണ്? ഉത്തരം പിബുൽ റേഗൺ. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് എന്താണ്? കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് എന്താണ്? ഉത്തരം ട്രാസ്ന. പത്താമത്തെ ചോദ്യം, ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം കനസ് ജാഗ. 11ാമത് ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ ഏതാണ്? ഉത്തരം നിർമ്മിത. 12ാമത് ചോദ്യം, അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചാക്യാർ കൂത്ത്. 13ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഏതാണ്? ഉത്തരം അക്ഷര മ്യൂസിയം, കോട്ടയം. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ്? ഉത്തരം MVR പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ. 16ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്?
കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. 18ാമത്തെ ചോദ്യം. പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 നവംബർ 14 ആചരിച്ചത്? പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 നവംബർ 14 ആചരിച്ചത്? ഉത്തരം 100. 19ാമത്തെ ചോദ്യം. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം യോദ്ധാവ്. 20ാമത്തെ ചോദ്യം. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? ഉത്തരം നവോത്ഥാൻ. 21ാമത്തെ ചോദ്യം. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം നേർവഴി. 22ാമത്തെ ചോദ്യം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 23ാമത്തെ ചോദ്യം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി ഏത്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി ഏത്? ഉത്തരം സഖി ഡോർമെന്ററികൾ. 24ാമത്തെ ചോദ്യം. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? ഉത്തരം ഏകലവ്യ. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഈ വീഡിയോയിൽ 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.